നമസ്കാരം. ഞാൻ റൂത്താണ്. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുലാവാണ്. എത്രയും വേഗത്തിലുണ്ടാക്കാം, കുട്ടികൾക്കും അമ്മമാർക്കും ഒക്കെ കഴിക്കാനും കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടുമ്പോൾ അവർ മുഴുവനും തീർത്ത് കഴിച്ചിട്ട് വരികയും ചെയ്യുന്നൊരു ഫുഡാണ് പുലാവ് എന്ന് പറഞ്ഞാൽ. അത് എത്രയും വേഗം ഉണ്ടാക്കുന്നൊരു രീതി എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഇന്നത്തെ ആദ്യത്തെ വീഡിയോ തന്നെ. അത് നിങ്ങളെന്നെ അനുഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. പുലാവിന് ആദ്യമായിട്ട് വേണ്ടത്, നമ്മളിപ്പോൾ 1 ഗ്ലാസ് അരി എടുക്കുകയാണെങ്കിൽ അതിന് 1 ഗ്ലാസ് വെള്ളവും 3/4 ഗ്ലാസ് പാലുമാണ് വേണ്ടത്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ക്യാരറ്റ്, കുറച്ച് ബീൻസ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയില, ഒരു 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട. ഇതാണ് നമ്മൾ ഈ പുലാവിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു ചെറിയ നാരങ്ങയുടെ പകുതി നാരങ്ങയുടെ 2-3 തുള്ളി നാരങ്ങാനീരും വേണം. ഇത്രയാണ് പുലാവിന് വേണ്ടത്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന രീതികളെന്ന് പറയുന്നത്, ആദ്യം നമ്മളൊരു ചെറിയ കുക്കർ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് ഗ്രാമ്പൂ പട്ട ഇത് ഇട്ട് വഴറ്റി ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് 1/4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് വെജിറ്റബിൾ ഇട്ട് വഴറ്റി അതിനകത്ത് നമുക്ക് പനീർ ചേർക്കാം. അത് ഓപ്ഷനിലാണ്, ഇഷ്ടപ്പെട്ടാൽ ചേർക്കാം. അത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം. എങ്കിലും ക്യാരറ്റ് ബീൻസ് ഇട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് അരിയിട്ട്, നമ്മൾ 1 ഗ്ലാസ് അരി കഴുകി വാരി വെള്ളം കളഞ്ഞതിന് ശേഷം അത് ആ കുക്കറിലിട്ടിട്ട് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 3/4 ഗ്ലാസ് പാലും ഒഴിച്ച് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും നാരങ്ങാനീരും ഒഴിച്ച് കുക്കർ അടച്ച് ഒരു വിസിൽ കേൾക്കുമ്പോൾ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറക്കുക. തുറന്നതിന് ശേഷം കുറച്ച് മല്ലിയില വിതറിയതിന് ശേഷം ഒരു ഫോർക്ക് കൊണ്ട് അതിനെ ഇളക്കണം. കാരണം തവിയിട്ടത് പൊട്ടിപ്പോരി. അത് പൊട്ടാതിരിക്കാൻ ഫോർക്ക് വെച്ച് ഇളക്കിയതിന് ശേഷം 5 മിനിറ്റ് കൂടെ മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഗ്ലാസ് വെള്ളം, 3/4 ഗ്ലാസ് പാല്, ഉപ്പിടും. ശേഷം അല്പം നാരങ്ങാനീരൊഴിച്ച് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചാൽ മതി. അടച്ചു വെച്ച് ഒരു വിസിൽ കേൾക്കുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തിടുക. ഓഫ് ചെയ്ത് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തുറന്നിട്ട് വേണം മല്ലിയില ഇട്ട് ഇളക്കി ചരിച്ചടച്ച് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് ഉപയോഗിക്കാം. ഈ പുലാവ് കഴിക്കണമെങ്കിൽ വേറെ ഒരു സൈഡിലൊന്നും വേണ്ട, കറിയൊന്നും വേണ്ട, സലാഡ് വേണ്ട, അച്ചാർ വേണ്ട, ഒന്നും വെറുതെ കഴിക്കാവുന്നതാണ്. അതിന് കറി കൂട്ടി അതിൻ്റെ ടേസ്റ്റ് മാറും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഫോർക്ക് കൊണ്ടൊന്ന് ഇളക്കണം. വെന്ത് കഴിയുമ്പോഴേ അങ്ങനെ 5 മിനിറ്റ് കഴിയുമ്പോൾ ഫോർക്ക് വെച്ചൊന്ന് ഇളക്കണം. ചരിച്ച് മൂടി വെക്കണം. ഇങ്ങനെ മൂടി വെക്കണം. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഇനിയും അടുത്ത വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഹകരണം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഞാൻ ഇനിയും പുതിയ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.